ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ബേസിക് സ്റ്റെപ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെൻ്റ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് സ്റ്റൈൽസ്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ്. അതിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ സോർട്ട് ഫിൽറ്റർ, അതുപോലെ ഫിൽ ക്ലിയർ, കണ്ടീഷണൽ ഫോർമാറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. നമുക്കിവിടെ ഫൈൻഡ് ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എക്സലിൽ നിന്ന് ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നാണ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൽ ഫൈൻഡ് ഓപ്ഷനിൽ തന്നെ നമുക്ക് റിപ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ ഫൈൻഡ് ഓപ്ഷൻ നമുക്ക് ഫൈൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഇതിൽ കാണുന്ന പോലെ സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ എഡിഷൻ ടൈപ്പ് ചെയ്തിട്ട് നമുക്കത് റിപ്ലേസ് ചെയ്യണം. ദാറ്റ് മീൻസ് അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്കിവിടെ സ്പെഷ്യൽ എഡിഷൻ ഞാൻ ടൈപ്പ് ചെയ്തു. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എനിക്കത് റീപ്ലേസ് ചെയ്യണം. സ്പെഷ്യൽ ഞാൻ ഫുൾ സ്പെല്ലിംഗ് കൊടുത്തിട്ട് SPECIAL എഡിഷൻ കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ ടൈമിൽ തന്നെ അത് റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ എത്ര ഡാറ്റാസ് ഉണ്ടെങ്കിലും നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച്. ഇനി ഇതേപോലെ നമുക്ക് വേറൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഗോ ടു സ്പെഷ്യൽ എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ചിലപ്പോൾ വലിയ ഡാറ്റ തന്നിട്ട് അതിലൊരു ഫോർമുലാസ് എവിടേക്കാണ് കണ്ടെത്തേണ്ട ഒരു ഓപ്ഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഡാറ്റയിൽ എവിടേക്കാണ് ഫോർമുലാസ്. അങ്ങനെയുള്ള ഓപ്ഷനിൽ നമുക്ക് ഈ ഗോ ടു സ്പെഷ്യൽ ഫോർമുലാസ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഡാറ്റയിലെ ഫോർമുലാസ് എവിടേക്കാണ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കും കോളം Hൽ എല്ലാം ഫോർമുലാസാണ്. നമ്മൾ യെസ്റ്റർഡേ കഴിഞ്ഞ ലെസണിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ കാണാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വലിയ ഡാറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്സിങ് വരാൻ വേണ്ടി അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഗോ ടു സ്പെഷ്യൽ ഓപ്ഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൽ ഗോ ടു ബ്ലാങ്ക്സ് ആയാലും പല ഓപ്ഷൻസും ഉണ്ട് അതിൽ. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സോർട്ടിങ് ആൻഡ് ഫിൽറ്റർ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓപ്ഷനാണ്. നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരുപാട് ഡാറ്റ വന്നിട്ട് അതിൽ കുറച്ച് ഐറ്റംസിന് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെ ഫിൽറ്റർ ഓപ്ഷൻ നമുക്ക് പ്രൊഡക്റ്റ് വൈസ് ഇപ്പോൾ നമുക്ക് ഈ ഡാറ്റയിൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ എത്ര വണ്ടി വിറ്റു, അല്ലെങ്കിൽ യൂണിക്കോൺ എത്ര വണ്ടി വിറ്റു. ഇപ്പോൾ യൂണിക്കോൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂണിക്കോണിൻ്റെ എത്ര വെഹിക്കിൾ വിറ്റുന്നു, അതിൻ്റെ എമൗണ്ടും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ സെയിൽസ്മാൻമാർ എത്ര വിറ്റു എന്നൊക്കെ അറിയാൻ. അതേപോലെ നമുക്ക് ഇതിൽ അടുത്ത ഓപ്ഷൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് സോർട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ആൽഫബറ്റിക് രീതിയിൽ സോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ ലെവലിലും സോർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രൊഡക്റ്റ് വൈസ് സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആൽഫബറ്റിക് ആണ്. അപ്പോൾ ആൽഫബറ്റിക് ആയിട്ട് ഞാൻ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് കസ്റ്റം സോർട്ടിലൊന്ന് സെലക്ട് ചെയ്തു. അതിൽ ഞാൻ A to Z സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടേബിൾ Dയിൽ നമ്മൾ ആക്റ്റീവ അല്ലെങ്കിൽ CBR ഒക്കെ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. നമുക്ക് പലപ്പോഴും നമുക്കത് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സീരിയൽ നമ്പർ, ഇപ്പോൾ ഒരു ഡാറ്റ തന്നിട്ട് അതിൻ്റെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ അതൊരു 1000 and 1500 ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ഡ്രാഗ് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു എളുപ്പം മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 or 2 ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫിൽ ഓപ്ഷനിൽ പോയിട്ട് സീരീസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലീനിയർ ഓപ്ഷൻ സ്റ്റോപ്പ് വാല്യൂ, നമുക്ക് ഏത് വാല്യൂവിലാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ഓപ്ഷനും കിട്ടും. ഇത് ആയിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഇനി അടുത്തത് നമുക്ക് ഓപ്ഷൻ പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രം എക്സൽ 2007 മുതലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത്. പ്രീവിയസ് ഓപ്ഷനിലൊന്നും പ്രീവിയസ് വെർഷനിലൊന്നും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇല്ല. ഇതൊരു ഡീപ്പ് സബ്ജക്റ്റാണ്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് ഇത് കണ്ടീഷണൽ ചെയ്യേണ്ടത്. ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഫോർമാറ്റിംഗ് ആണ്. നമ്മൾ സ്പെഷ്യൽ ക്രൈറ്റീരിയകൾ വെച്ചിട്ട് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാനിവിടെ ഒരു എമൗണ്ട് കോളം സെലക്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഈ എമൗണ്ട് കോളത്തിന് ഒരു ഗ്രേറ്റർ ദാൻ വാല്യൂ സെലക്ട് ചെയ്യണമായിരിക്കാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള 83,000 അല്ലെങ്കിൽ 84,000 ടൈപ്പ് ചെയ്തിട്ട് 84,000 എത്ര മുകളിൽ ഫിഗർ ഉണ്ട്, ദാറ്റ് മീൻസ് അതിൻ്റെ മുകളിൽ എത്ര ഇതുണ്ട്, അതിന് ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനും അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്രൈറ്റീരിയ വെച്ചിട്ട് ഫോർമാറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത് ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിപ്പോർട്ട് റീഡിങ്ങിനൊക്കെ വളരെയധികം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടെസ്റ്റ് വെച്ചിട്ടായാലും കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ
നമുക്ക് ടെസ്റ്റോ ഡേറ്റോ അങ്ങനെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമ്മൾ കൺട്രോൾ സെറ്റ് അടിച്ച് ഞാൻ ഓപ്ഷൻ കളഞ്ഞു. ഇതേപോലെ തന്നെ ഇനി അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഇനി നമുക്ക് കാണുന്നത് വെച്ചാൽ ഫോർമാറ്റ് എസ് ടേബിൾ. എക്സൽ ടേബിൾ ഫോർമാറ്റിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് എന്തുകൊണ്ട് എക്സൽ ഫോർമാറ്റിംഗ് ഒരു ഫോർമാറ്റ് എസ് ടേബിൾ എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും കാണാൻ സാധിക്കും. അത് നമുക്ക് ആദ്യം ഫോർമാറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള അവിടെ ഡാറ്റ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ബ്ലൂ ആണ്, പല ഷെയ്ഡുകളുണ്ട് നമുക്കിതിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളർ ബ്ലൂ ആയതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ബ്ലൂ സെലക്ട് ചെയ്യും. അതിനു മുമ്പായിട്ട് നമുക്കിത് എന്താണ് എക്സൽ ടേബിൾ ഫംഗ്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഫിൽറ്റർ ഓപ്ഷൻ പഠിച്ച പോലെ തന്നെ ഇത് ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിമെറിറ്റ് പറഞ്ഞ് നമ്മളിപ്പോൾ ആക്റ്റീവായി സെലക്ട് ചെയ്തു, ഏതെങ്കിലും ഒരു വെഹിക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ബിക്കോസ് ടോട്ടൽ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അതിൻ്റെ ഫിഗർ വരില്ല. അതേപോലെ നമ്മൾ ഇത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹെഡിങ്ങും കാണാൻ സാധിക്കില്ല. ഇത് നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് ഡാറ്റയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ഏതാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഏതാണ് പ്രോഡക്റ്റ് വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് ഇത് ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലുള്ള ഡ്രോബാക്കുകളും കൂടുതൽ കണ്ടെത്താൻ സാധിക്കും. ഈ ഫോർമാറ്റ് ടേബിൾ വളരെ വൈഡ് സബ്ജക്റ്റാണ്. നമുക്കൊരു ജസ്റ്റ് പരിചയപ്പെടൽ മാത്രമല്ല, വരും ലെസണുകളിൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഈ സെലക്ട് മൈ ടേബിൾ ആസ് അഡ്രസ്സിന് കാണാം. നമുക്ക് താഴത്തേക്ക് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഹെഡിങ്ങിൽ നമുക്ക് അതിൻ്റെ ഇപ്പോൾ കോളം കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ കോളം സി കോളം ടൈപ്പ് ഇത് ചെയ്യുമ്പോൾ അതിൽ ഡേറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓപ്ഷനും സെയിൽസ്മാൻ നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 7th റോയിലാണ്, സ്റ്റിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതേപോലെ നമ്മളിതിൽ ഫിൽറ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചും മുമ്പ് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സം ഇവിടെ കിടക്കുന്നത് അത് ഞാൻ ഓട്ടോ സമ്മിൽ പോയിട്ട് സബ് ടോട്ടൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഓട്ടോ സമ്മിൽ പോയിട്ട് നമുക്ക് മോർ ഫംഗ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി സബ് ടോട്ടൽ ആയിട്ട് വരും. സബ് ടോട്ടൽ ഫോർമുലയിലേക്ക് വരുമ്പോൾ ഇതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്റ്റീവ് ആണ് ഞാൻ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ 2 വാല്യൂവിൻ്റെ ടോട്ടൽ ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. ഇതിൻ്റെ ഒരു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, കാരണം വെച്ചാൽ ഇത് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഫോർമാറ്റ് സ്റ്റേബിൾ ആയാലും ഇതൊരു പുതിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാനിത് നമ്മൾ സബ്ജക്റ്റ് ബേസിക്കലി ബിഗിനേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആസ് എ ബിഗിനർ ലെവലിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മൾ ബേസിക് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ ഫോർമുലാസ് പഠിക്കാനും അതുപോലെ കൂടുതൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യാനും എക്സലിൽ കൂടുതൽ ഫണ്ണാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതിൽ നമുക്ക് സോർട്ടിംഗ് ആയാലും നടക്കും. നമുക്ക് ടേബിളിൽ ഇവിടെ നമുക്ക് കാണാം സോർട്ടിംഗ് എന്തെല്ലാം ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ആ ഫിൽറ്റർ ഓപ്ഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. മറ്റേ അതിൽ എക്സൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾ വരിക. കാരണം നമുക്ക് വരും ലെസണുകൾ കുറച്ചുകൂടി ടഫസ്റ്റ് ലെസൺ വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരാം. നമുക്ക് ഫോർമുലസ് ആയാലും പല ഫോർമാറ്റിംഗ് സ്ട്രക്ചറൊക്കെ നമുക്ക് ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ റിപ്പോർട്ട് ഫോർമേഷനിലൊക്കെ ഉപയോഗിക്കേണ്ടി വരാം. ഓക്കെ, താങ്ക് യു.